TP ചന്ദ്രശേഖരൻ വധക്കേസ് രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ചയായ ഒരു ദിവസമായിരുന്നു ഇത്. TP കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് വധശിക്ഷയില്ല. പകരം ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ ഉയർത്തിയിട്ടുണ്ട്. കേസിൽ പുതിയതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും. ജീവപര്യന്തം തടവിന് നേരത്തെ വിധിക്കപ്പെട്ട 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം തടവ് വിധിച്ചത്. TPയുടെ ഭാര്യ KK രമയ്ക്ക് 7 ലക്ഷം രൂപയും മകന് 5 ലക്ഷം രൂപയും നൽകണമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലുണ്ട്. TPയുടെ കൊലപാതകം ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെയുണ്ടായ ആക്രമണമാണെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ശിക്ഷാവിധി. ഹീനമായ ക്രൂരകൃത്യത്തിന് മാപ്പ് അർഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. നേരത്തെ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തത്തിന് പുറമെയാണ് ഗൂഢാലോചന കുറ്റത്തിന് പ്രതികൾക്ക് 1 ജീവപര്യന്തം കൂടി ശിക്ഷ വിധിക്കുന്നത്. MC അനൂപ, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, K ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം. ശിക്ഷാ കാലാവധി കഴിയാതെ പ്രതികൾക്ക് ഇളവ് പാടില്ല. 8ാം പ്രതി KC രാമചന്ദ്രൻ, 11ാം പ്രതി മനോജൻ എന്നിവരും ഇളവില്ലാതെ 20 വർഷം ശിക്ഷ അനുഭവിക്കണം. പ്രതികൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷാ കാലാവധി കൂടി ഇതിൽ ഉൾപ്പെടും. കീഴ്ക്കോടതിയിൽ കൊലപാതകത്തിനുള്ള 302 IPC പ്രകാരമുള്ള ശിക്ഷ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഈ കോടതി 120B പ്രകാരം കൂടി അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞതായി കോടതി മനസ്സിലാക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടിനും ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. 20 വർഷം കഴിയാതെ ഈ ജീവപര്യന്തത്തിന് റെമിഷൻ ആവശ്യപ്പെടാനും കൊടുക്കാനും പാടില്ല എന്ന്. 20 വർഷം കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന് പറയുമ്പോൾ അതിന് ശേഷം കൊടുത്തോളണം എന്നില്ല. അത് കഴിഞ്ഞാലും അവർക്ക് പുറത്തു വരാനില്ല. അത് ജീവിത അവസാനം വരെയാണ് എന്നുകൂടി അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ജീവ അവസാനം വരെയുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. വിചാരണ കോടതി ഒഴിവാക്കിയ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തവും കേസിലെ 6ാം പ്രതി S സിജിത്തിന് ജീവപര്യന്തവും 6 മാസം തടവും ഹൈക്കോടതി വിധിച്ചു. പ്രതികൾ KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകന് 5 ലക്ഷം രൂപയും നൽകാനും കോടതി നിർദ്ദേശിച്ചു. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും KK രമ പറഞ്ഞു. നല്ല വിധിയാണ്, സ്വാഗതം ചെയ്യാണ്. ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് കൂടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയത്. കുടുംബത്തിലെ സാഹചര്യവും ആരോഗ്യനിലയും പരിഗണിച്ച് ശിക്ഷ ഇളവ് നൽകണമെന്ന പ്രതികളുടെ ആവശ്യവും കോടതി തള്ളി. അപരിഷ്കൃതവും പ്രാകൃതവുമായ കൊലയാണ് നടന്നതെന്നും കോടതി വിലയിരുത്തി. ജസ്റ്റിസുമാരായ ഡോക്ടർ ജയശങ്കരൻ നമ്പ്യാരും കൗസർ എടപ്പകത്തുമാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. News 18 കൊച്ചി.